ഹേയ് സ്റ്റോപ്പ് സ്ക്രോളിങ്. നിങ്ങളൊരു ബോയ് മോം ആണോ? എങ്കിലും നിങ്ങളിത് കേൾക്കണം. നിങ്ങൾക്ക് ആദ്യത്തെ ആൺകുട്ടിയാണെങ്കിൽ തീർന്നു തീർന്നു നിങ്ങളുടെ. ഈ ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു കമൻ്റ് ആണത്. അതേപോലെ തന്നെ വേറൊരു കമൻ്റ് ഉണ്ടായിരുന്നത്, ഓ ഭാഗ്യം നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് ചിലവൊന്നുമില്ലല്ലോ, ഫുള്ള് വരവാണല്ലോ. വോട്ട് യു മീൻ? ആൺകുട്ടിയാണെങ്കിൽ ഫുള്ള് വരവും പെൺകുട്ടിയാണെങ്കിൽ ഫുള്ള് ചിലവും. ഹൂ ഡിസൈഡ് ഇറ്റ്? ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു, ഞാൻ വായിക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്, അവർക്ക് ഒരു ലേഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, അവർക്ക് ഓൾറെഡി ഇപ്പം 3 പെൺകുട്ടികളായി, 4ാമത്തെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, പ്രാർത്ഥിക്കണം ഒരു ആൺകുട്ടി ആവാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഐ ക്യാൻ ഇമാജിൻ ലൈക്ക് അവർക്ക് എത്രത്തോളം സ്ട്രെസ്സ് പുറത്തുനിന്നുള്ള ഒരാൾക്കാർ കൊടുക്കുന്നുണ്ടാവും എന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മുടെ അടുത്ത് വന്നിട്ട്, ഓ നിങ്ങൾക്ക് പെൺകുട്ടി ആയില്ലല്ലോ, ആദ്യത്തേത് പെൺകുട്ടി ആവുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്നൊക്കെ പറയുന്ന ആൾ, അപ്പുറത്ത് അതേപോലെ പോയിട്ട് ആദ്യത്തേത് പെൺകുട്ടിയും 2ാമത്തേത് പെൺകുട്ടി ആവുന്ന സമയത്ത് നേരെ തിരിച്ചു പറയും, അയ്യോ കഷ്ടമായിപ്പോയി, നിങ്ങൾക്ക് 2ാമതും പെൺകുട്ടിയാണല്ലേ. അങ്ങനെ പറയുന്ന ടീംസാണ്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കുകയേ വേണ്ട. കാരണം ഇതൊക്കെ പ്യുവർ സയൻസ് ആണ്. നമ്മൾ ഇതിനകത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ പെൺകുട്ടിക്ക് ഒരു തരത്തിലുള്ള, ലേഡീസിന് ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇതിനകത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായിരുന്നതിനകത്തില്ല. ഭർത്താവിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം. കാരണം അവരുടെ ക്രോമസോമാണ് അതിനകത്ത് തീരുമാനം എടുക്കുന്നത്, ആൺകുട്ടി ഉണ്ടാവണോ പെൺകുട്ടി ഉണ്ടാവണോ എന്നുള്ളത്. സോ ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് വിടുക, പ്രാർത്ഥിക്കുക കുട്ടി ഹെൽത്തി ആയിട്ടും ആരോഗ്യത്തോടെ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്.